പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു നദീതീരത്ത് ഒരുപാട് കുട്ടികൾ സന്തോഷത്തോടെ കളിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം അവർ പുഴക്കരയിൽ പതിവുപോലെ കളിക്കാൻ തുടങ്ങി. അവരിൽ ലിയ എന്നൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അവൾ തന്റെ സുഹൃത്തുക്കളായ ധന്യ, വിനീത്, ചിഞ്ചു എന്നിവരോടൊപ്പം കളിക്കുകയായിരുന്നു. നമുക്കെല്ലാവർക്കും ഈ പാറയിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടാം. ആശങ്കയുടെ ഒരു സൂചന ഉണ്ടായിരുന്നിട്ടും ലിയ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. സൂക്ഷിച്ച് അധിക ദൂരം പോകരുത്. വിനീത് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ആവേശം നിറഞ്ഞ ലിയ വെള്ളത്തിലേക്ക് ചാടി. ചിഞ്ചുവും മറ്റു കുട്ടികളും അത് പിന്തുടർന്നു. അവർ ആസ്വദിച്ച് വെള്ളത്തിൽ തെറിച്ചു വീഴുകയായിരുന്നു. എന്നാൽ ലിയയ്ക്ക് താമസിയാതെ ഒരു വെല്ലുവിളി നേരിടേണ്ടിവന്നു. അവൾ കൂടുതൽ ആഴത്തിലേക്ക് നീങ്ങുമ്പോൾ പെട്ടെന്നുള്ള ഒരു വഴുക്കൽ അവളെ കുത്തനെയുള്ള ഒരു പ്രദേശത്തേക്ക് തെറിപ്പിക്കാൻ കാരണമായി. രക്ഷിക്കണേ, രക്ഷിക്കണേ! അവൾ നിലവിളിച്ചു. അവളുടെ ശബ്ദത്തിൽ പരിഭ്രാന്തി ഉയർന്നു. അപ്പോഴാണ് റോക്കി എന്ന ഒരു ചെറിയ നായ അവളുടെ വിഷമം ശ്രദ്ധിച്ചത്. ഗ്രാമത്തിലെ എല്ലാ കുട്ടികളുടെയും പ്രിയപ്പെട്ട കൂട്ടാളിയായിരുന്നു അവൻ. ലിയയുടെ വേദന മനസ്സിലാക്കുകയും സാഹചര്യത്തിന്റെ അടിയന്തരാവസ്ഥ അറിയുകയും ചെയ്ത റോക്കി അവളെ രക്ഷിക്കാൻ തീരുമാനിച്ചു. നിസ്സഹായയും ഭയവും തോന്നിയ ലിയ വെള്ളത്തിൽ കിടന്നു നിലവിളിച്ചു. റോക്കി അടുത്തുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞ തീരത്തേക്ക് കുതിച്ചു. തീരത്തെ മറ്റു കുട്ടികൾ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയായിരുന്നു. അവരുടെ ഹൃദയം തുടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് റോക്കിയെ വേണം, ഞങ്ങൾക്ക് റോക്കിയെ വേണം! അവന് അവളെ രക്ഷിക്കാൻ കഴിയും. അവന് ധീരമായ ഒരു മനോഭാവമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവർ അവനെ പ്രോത്സാഹിപ്പിച്ചു. റോക്കി, റോക്കി! തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് റോക്കി ലിയയുടെ അടുത്തേക്ക് നീന്തി. അവൻ അവളെ സുരക്ഷിതമായി കരയിലെത്തിച്ചു. നന്ദി റോക്കി, നന്ദി! അന്നുമുതൽ അവൻ വെറുമൊരു വളർത്തുമൃഗമായിരുന്നില്ല. കുട്ടികളുടെ കണ്ണിൽ അവൻ ഒരു യഥാർത്ഥ സുഹൃത്തായി മാറിയിരുന്നു. ഈ അനുഭവം അവരെ ധീരത, സൗഹൃദം, ടീം വർക്ക് എന്നിവയുടെ എല്ലാ മൂല്യങ്ങളും പഠിപ്പിച്ചു. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.